ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മളുടെ എം എസ് വേർഡിൽ നമ്മൾ ഈ റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യത്തില്ലേ, ആർക്കിടെക്ചർ സ്റ്റുഡൻസ്, അതായത് ഡെസർട്ടേഷൻ റിപ്പോർട്ടും ഉണ്ട്, ടീസേഴ്സ് റിപ്പോർട്ടും ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ടൈമിൽ ബേസിക് ആയിട്ട് നമുക്ക് എപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കണ്ടന്റ് പേജ് ചെയ്യുന്ന സമയത്ത് ഈ നമ്പറിംഗ് ഒന്നും കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ വരില്ല. ആ ആ ഒരു ബേസിക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും ആ നമ്പേഴ്സ് എങ്ങനെ അലൈൻ ചെയ്യണം എന്നും ടൈപ്പ് ഓഫ് കണ്ടന്റ്സ്, മെയിൻലി ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രമാണ് ഈ ഒരു ഇതിൽ പറയുന്ന. ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ അപ്പോൾ അതിന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ നമ്മളെ ഷീറ്റ്, നമ്മളെ എം എസ് വേർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എം എസ് വേർഡിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ ഒക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അത് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ ഫസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് കൊടുക്കുവാണേ. ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ടൈപ്പ് ചെയ്തിടുവാണ്. 1 2 3 എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടു. അപ്പൊ ഇതിന് നമുക്ക് ഇപ്പൊ നമ്പറിങ് കൊടുക്കണം. നമ്പറിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതാണ്ട് ഹെഡിങ് 1, ഹെഡിങ് 2, ഹെഡിങ് 3 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടില്ലേ, അതിൽ ഹെഡിങ് 1 എടുത്തിട്ട് മോഡിഫൈ കൊടുത്തു. അതിൽ ഇതാണ് ആ ബോക്സ് വരുമ്പം ഇതിൽ നമുക്ക് വേണ്ടുന്ന പാറ്റേൺസും സ്റ്റൈൽസും ഒക്കെ കൊടുത്ത് ടെക്സ്റ്റ് സൈസ് അതൊക്കെ കൊടുത്തിട്ട് നമ്പറിങ് കൊടുക്കണം. നമ്പറിങ് കൊടുക്കാൻ നമുക്ക് ഏത് പാറ്റേണിലുള്ള നമ്പറിങ് ആണ് ഈ കാര്യങ്ങൾക്ക് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. 1 2 3 മതി എനിക്ക്, അത് കൊടുത്തു. അപ്പൊ ദാ 1 എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പൊ ഞാൻ ഇതിന്റെ താഴെ ഇപ്പം എന്തെങ്കിലും വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ഇത് എടുത്ത് സെലക്ട് ചെയ്തിട്ട് ഹെഡിങ് 1 കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഓട്ടോമാറ്റിക്കലി അത് 2 ആയിട്ട് വരും. മനസ്സിലായല്ലോ? പിന്നെ ഇപ്പൊ ഇതിന്റെ അടുത്ത സബ് ഹെഡിങ്സ് ആണ്. അപ്പൊ ഇനി അങ്ങനെ 1 2 3 വരുന്ന ഇൻട്രൊഡക്ഷൻസ് ഒക്കെ അത് കൊടുത്താൽ മതി. ഇപ്പം ഇതിൽ ഞാനിപ്പം വേറെന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഇപ്പൊ ഒരു നമ്പറിങ് എനിക്ക് കൊടുക്കണം. അപ്പൊ ഇത് സെലക്ട് ചെയ്തിട്ട് ഹെഡിങ് 2 എടുക്കുകയാണ്. ഹെഡിങ് 2 എടുത്ത് മോഡിഫൈ കൊടുത്ത് സെയിം സാധനം നമ്പറിങ് ഞാനിപ്പം 1.1 1.2 എന്നുള്ള നമ്പറിങ് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഓട്ടോമാറ്റിക്കലി അതിന് ആ നമ്പറിങ് വന്നു. കണ്ടോ? അതിനുശേഷം ഇതിന്റെ താഴെ എന്തെങ്കിലും ഒരു സാധനം ഞാൻ വേറെ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിലും, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഡോട്ട്സ് മാത്രം ഇട്ട് കാണിക്കുവാണേ, അതിട്ട് കാണിക്കുവാണെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ 1.2 ഓട്ടോമാറ്റിക്കലി വന്നു. ഇങ്ങനെ വന്നാൽ മാത്രം അതാ ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് എങ്ങനെയാ കൊടുക്കുന്നത്, നമ്മൾ റെഫറൻസ് എടുത്തിട്ട് ടേബിൾ ഓഫ് കണ്ടന്റ്സിൽ ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ട ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം അപ്ഡേറ്റ് ആവും. ഇത് വന്നാൽ മാത്രമേ അപ്ഡേറ്റ് ആവത്തുള്ളൂ. അപ്പൊ നമ്മൾ മെയിൻലി കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഹെഡിങ്സ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതിൽ ഹെഡിങ് 1, ഹെഡിങ് 2, ഹെഡിങ് 3 മാക്സിമം ഈ 3 ഹെഡിങ്സ് ആയിരിക്കും മെയിൻലി വരുന്നത്. ആ രീതിയിൽ കൊടുത്താൽ മാത്രം നമുക്ക് ഈ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് തന്നെ അലൈൻഡ് ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ ഇത് എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക. ഇതിൽ നമുക്ക് മോഡിഫൈ കൊടുത്തിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇതിന്റെ സൈസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അത് സെലക്ട് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ ആ ബേസിക് ആ ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റ്സിന്റെ കാര്യങ്ങളിൽ വരുമ്പോഴത്തേക്കും. പിന്നെ ബാക്കി ഇതിന്റെ റെഫറൻസിൽ തന്നെ നമുക്ക് ടേബിൾ ഓഫ് കണ്ടന്റ്സും സൈറ്റേഷൻസ് ഓരോ തന്നെ നമ്മൾ സൈറ്റേഷൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെ ബിബ്ലോഗ്രഫി ലാസ്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. ബേസിക് ആയിട്ട് ലേ ഔട്ട് സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് ബ്രേക്ക് ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിടുക. ഇത്രയേ ഉള്ളൂ.